നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അറസ്റ്റിനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് SIT അന്വേഷണം വ്യാപിപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ വിജയകുമാറിനെയും KP ശങ്കർദാസിനെ പ്രതി ചേർക്കുന്നതിലും വൈകാതെ തീരുമാനമുണ്ടാകും. ഇരുവരെയും പ്രതി ചേർക്കാത്തത് എന്താണെന്നായിരുന്നു ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം. ഡിസംബർ 5-ന് ശേഷം കേസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. കേസിൽ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സത്യസന്ധമായ അന്വേഷണം നടന്നാൽ ഉന്നതർ കുടുങ്ങുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന തങ്ങളുടെ ആരോപണത്തിന് ഹൈക്കോടതി അടിവരയിട്ടു. SITയിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്, പക്ഷേ അവർക്ക് മേൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ അനുമതി നൽകിയതിൽ പ്രതികരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ രംഗത്ത് വന്നു. ED അന്വേഷിച്ചാലും കോടതിയുടെ മേൽ നേട്ടത്തിൽ ആവണമെന്ന് K മുരളീധരൻ പറഞ്ഞു. മടിയിൽ കനമില്ലെങ്കിൽ പേടിക്കേണ്ടതില്ലല്ലോ എന്നും K മുരളീധരൻ പരിഹസിച്ചു. തങ്ങൾക്ക് ഒരു അന്വേഷണ ഏജൻസിയോടും വിശ്വാസവും വിരോധവുമില്ലെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. SITയോട് വിശ്വാസക്കുറവില്ലെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു. അവർക്ക് പരിമിതികളുണ്ട്. സത്യസന്ധമായി അന്വേഷിച്ചാൽ അവരുടെ ഭാവി അവതാളത്തിലാകും. മുഖ്യമന്ത്രിയുടെ കോപത്തിന് ഇരയാകും. സർക്കാരിന്റെ തുടർ നടപടികൾ പരിശോധിക്കട്ടെ. വേണ്ടിവന്നാൽ ശക്തമായ സമരം നടത്തുമെന്നും K മുരളീധരൻ പറഞ്ഞു. സ്വർണം കട്ടവരെ വെറുതെ വിടില്ലെന്നും A പത്മകുമാർ പാർട്ടിക്ക് വേണ്ടി തെറ്റ് ചെയ്തെന്നും K മുരളീധരൻ പറയുന്നു. പാരടിപ്പാട്ടിൽ കേസെടുക്കാനാകില്ലെന്നും മുൻപ് K കരുണാകരനെതിരെയുള്ള പാട്ട് എഴുതിയിട്ടുണ്ടെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. അത് അദ്ദേഹം ആസ്വദിച്ചു. ഇപ്പോഴുള്ളവർക്ക് അത് സാധിക്കുന്നില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. ഇതിനിടെ കൊല്ലം വിജിലൻസ് കോടതി ED അന്വേഷണത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. ED അന്വേഷണം ആവശ്യമില്ലെന്ന SITയുടെ നിലപാട് തള്ളിയാണ് വിജിലൻസ് കോടതി ED അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും EDക്ക് കൈമാറാനും കോടതി SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. പിന്നാലെയാണ് നിർണായകമായ 2 അറസ്റ്റുണ്ടായത്. അന്വേഷണത്തിൽ SIT ഗുരുതര ആലസ്യം കാണിക്കുന്നു എന്നാണ് ഹൈക്കോടതി വിമർശിച്ചത്. ഡിസംബർ 5-ന് ശേഷം SIT ഗുരുതര ആലസ്യത്തിലാണ്. ചില കുറ്റവാളികളെ ഒഴിവാക്കിക്കൊണ്ടാണോ അന്വേഷണമെന്നും ഹൈക്കോടതി ചോദിക്കുകയായിരുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസു, തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു ഇവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഈ ഒരു ഉത്തരവിലാണ് SITക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ അനുമതി തേടിയിരിക്കുകയാണ് ED. കൊച്ചി ED യൂണിറ്റ് ഡൽഹിയിലെ ED ഡയറക്ടറേറ്റിന് കത്തയച്ചു. തിങ്കളാഴ്ചയോടെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അനുമതി ലഭിച്ചാൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ECIR രജിസ്റ്റർ ചെയ്യും. ആദ്യഘട്ട നടപടിയെന്ന നിലയിൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ മൊഴിയെടുക്കുവാനും ED തീരുമാനിച്ചു. കേസിന്റെ FIRഉം ഇതുവരെ അറസ്റ്റിലായ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടും SITയിൽ നിന്ന് EDക്ക് ലഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചത്. പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ SITക്ക് അലംഭാവമുണ്ടായി എന്നാണ് കോടതി രൂക്ഷമായി വിമർശിച്ചത്. ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നതായി സംശയിക്കുന്നതായും സിംഗിൾ ബെഞ്ച് വിമർശിച്ചു. വിജയകുമാറിനെയും ശങ്കർദാസിനെയും എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല എന്നാണ് കോടതി ചോദിച്ചത്. N വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് ഇത്തരത്തിൽ SITക്കെതിരെയുള്ള പരാമർശങ്ങൾ. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ തന്നെ അത് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നുവെന്നും കോടതി കൂട്ടിച്ചേർത്തു. സ്വർണം പൂശിയ അമൂല്യ വസ്തുക്കൾ ചെമ്പ് പാളികളെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് സ്വർണം തട്ടിയെടുക്കുവാനുള്ള ശ്രമമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ ജാമ്യാപേക്ഷ തള്ളിയത്. ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഉന്നതരുടെ പങ്കില്ലാതെ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അഴിമതി സമൂഹത്തെ ബാധിക്കുന്ന ക്യാൻസറാണെന്നും ഇത്തരം കേസുകളെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കണമെന്നും കടുത്ത മുന്നറിയിപ്പ് നൽകുകയായിരുന്നു.